2026 മാർച്ച് 5 പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ട HC1691 എന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തിരിക്കുകയാണ്. ഓരോ പോയിന്റ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി. ഒന്നാമത്തെ പോയിന്റ് വിസ ബ്രേക്ക് അഥവാ വിസ നിയന്ത്രണം. അതായത് കാമറൂൺ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ വിസ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറഞ്ഞപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന ശേഷം പിന്നെ അസൈലം സീക്കേഴ്സ് ആയിട്ട് മാറുന്നു. അത് ഗവൺമെന്റ് തലവേദനയായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആൾക്കാർക്ക് വിസ നൽകില്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ, റെഫ്യൂജികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ആൾക്കാർ ഈ ബോട്ടിലൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സാധാരണഗതിയിൽ വന്നാൽ 5 വർഷത്തിനൊക്കെ വിസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നത് നേർപകുതിയാക്കി 2.5 വർഷമാക്കി കുറച്ചു. അതായത് 30 മാസമായി കുറച്ചിരിക്കുകയാണ്. അവർക്കുള്ള പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ അവർ സ്വമേധയാ UK പോവുകയാണെങ്കിൽ ഒരു ആൾക്ക് 10,000 പൗണ്ടും അതേപോലെ ഒരു ഫാമിലിക്ക് 40,000 പൗണ്ടും നൽകി അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ള രീതിയിലൊക്കെ അത് കഴിഞ്ഞ ദിവസവും ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസിലും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്.